ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു KLT UK യൂട്യൂബ് ചാനൽ. ഇന്ന് എവിടാന്നറിയാമോ? ഇന്ന് ഈ മഹത് വ്യക്തിയുടെ ബർത്ത്ഡേ ആയത് പ്രമാണിച്ച് നമ്മളൊരു ട്രിപ്പ് വന്നേക്കാണ്. അതിൻ്റെ കൂടെ ഞങ്ങളുടെ ഒരു ഫ്രണ്ട്സിൻ്റെ ആനിവേഴ്സറി കൂടെയാണ്. അപ്പം എല്ലാം കൂടെ പ്രമാണിച്ച് ഞങ്ങൾ 4 ഫാമിലീസ് ഒരു ട്രിപ്പ് വന്നേക്കുക. എവിടാന്നോ, UK ഒരു സ്ഥലമാണ് ഐൽ ഓഫ് വൈറ്റ്, ഒരു ഐലൻഡാണ്. അപ്പം ഐൽ ഓഫ് വൈറ്റിൻ്റെ മനോഹാരിതകൾ നമുക്ക് ഈ വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ ട്രിപ്പ് ഇന്നലെ തുടങ്ങി, ഇതുവരെ ഇൻട്രോ എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇന്നലെ നമ്മള് ഹോട്ടലിൽ എത്തിയപ്പോൾ തന്നെ രാത്രി 10-10:30 അതുകൊണ്ട് പിന്നെ ഒന്നും എടുക്കാൻ പറ്റിയില്ല. രാവിലെ ഭയങ്കര തിരക്കായിരുന്നു, ഊരുവാരി പിടിച്ചിറങ്ങുമായിരുന്നു പെട്ടെന്ന് എല്ലാവരെയും ഉണ്ട്. പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാം ഒരുങ്ങി ഇറങ്ങാൻ താമസമാണ്. അതെ, അപ്പോൾ ഞങ്ങൾ വന്ന വഴിയൊക്കെ കണ്ടിട്ട് വായോ, എന്നിട്ട് നമുക്ക് ഇവിടെ വെച്ച് കാണാം. ഇതെവിടാന്നറിയാമോ? നീഡിൽസ്, ഐൽ ഓഫ് വൈറ്റ് നീഡിൽസ്. ഒരു ഹൈക്കിന് പോവാം. അപ്പൊ നിങ്ങളും കൂടെ വരണം. ആദ്യം നമ്മൾ വന്നൊക്കെ പോയി കണ്ടിട്ട് പോവാം. ഓക്കെ, ബൈ ബൈ. അപ്പോഴേ അതിനു മുന്നേ ഇന്നലെ ഞങ്ങൾ ഹോട്ടലിൽ വന്നപ്പോൾ ഒരാളുടെ ബർത്ത്ഡേ ആഘോഷിച്ചതോടെ കണ്ടിട്ട് പോയോ. Happy birthday to you. Happy birthday to you. ആ ടേബിളിലോട്ട് പോയി. ബാക്കി അവിടെ നിന്നോട്ട് മെഴുകുതിരിയില് സോറി ഗൈസ്, മെഴുകുതിരി കത്തിക്കാൻ ലൈറ്റർ ഇല്ലാത്തോണ്ട് മെഴുകുതിരി പറക്കൽ ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. വെറൈറ്റി അല്ലേ? സന്തോഷ ജന്മദിനം കുട്ടിക്ക്, സന്തോഷ ജന്മദിനം കുട്ടിക്ക്, സന്തോഷം. ഒന്ന് എഴുന്നേക്കോ പോലും. നാരങ്ങ, അതാണ് ഇത്ര പ്രിപ്പയർഡ് ആയിട്ട് പോയതല്ലേ. ടോണിയും കൃപ അടുത്തോട്ട് പോയി. ഇവിടെ ആൾക്കാർ അങ്ങോട്ട് വരത്തില്ല, ഇങ്ങോട്ട് വരും. ഒരു റിലേഷൻ ആയിക്കോട്ടെ. ബാദി ഡോണറ്റ് അപ്പോൾ ഗൈസ്, അങ്ങനെയായിരുന്നു ചാച്ചൻ്റെ ബർത്ത്ഡേ ആഘോഷം. എല്ലാവരും കൂടി കുഞ്ഞു കേക്ക് കട്ടിങ്. കാരണം നമ്മൾ ഇത്രയും ദൂരെയൊക്കെ വന്നേരം എല്ലാവരും ടയർഡായി, വലിയ കാര്യമായിട്ട് ആഘോഷിക്കാൻ തോന്നിയില്ല. അങ്ങനെ നമ്മൾ പിറ്റേ ദിവസം എല്ലാവരും കൂടെ ഒരുങ്ങി സൈറ്റ് സീയിങ്ങിന് പോവാണ്. നല്ല ചൂടായതുകൊണ്ട് പിള്ളേർക്കൊക്കെ ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊടുത്ത് അവരെ നല്ല സെറ്റാക്കിയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല കാലാവസ്ഥയാണ് കേട്ടോ, നല്ല വെയിൽ, ഭയങ്കര രസമുള്ളൊരു കാലാവസ്ഥയായിരുന്നു. സാധാരണ ഇങ്ങനെ നമുക്ക് കൂടുതലും മഴ, തണുപ്പ് അങ്ങനെയൊക്കെയല്ലേ. അപ്പോൾ സമ്മറിലൊക്കെ അല്ലേ ഇങ്ങനെയൊക്കെ കിട്ടത്തുള്ളൂ. അന്നേരം നമ്മളങ്ങ് പോയി എൻജോയ് ചെയ്യണം പറ്റുന്ന അവസരങ്ങളൊക്കെ. ഇതൊന്നും അത്ര ദൂരെയൊന്നുമല്ല. ഐൽ ഓഫ് വൈറ്റ് ഒന്നും നമുക്ക് അത്ര ദൂരെ അല്ലെങ്കിൽ വേറൊരു രാജ്യം അങ്ങനെയൊന്നും അല്ലല്ലോ. ജസ്റ്റ് ഒരു ഗെറ്റ് അവേ. പിന്നെ എല്ലാവരും കൂടെ ഉള്ളപ്പം അതൊരു രസം തന്നെയാണ്, ഫ്രണ്ട്സ് എല്ലാം കൂടെ ഉള്ളപ്പം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഇൻ ഐൽ ഓഫ് വൈറ്റ് എന്ന് പറയുന്നത് നീഡിൽസ് ആണ്. സത്യം പറഞ്ഞാൽ ഐൽ ഓഫ് വൈറ്റിൻ്റെ മേജർ അട്രാക്ഷൻ എന്ന് പറയുന്നത് അതുതന്നെയാണ്. അവിടെ വെച്ചാണ് ഞങ്ങൾ ആ ഇൻട്രോ എടുത്തത്. അപ്പോൾ നമ്മൾ പോകുന്ന വഴി നല്ല
സൂപ്പർ കോടയായിരുന്നു ഗൈസ്. നല്ല കോടമഞ്ഞും ഒക്കെ ആയിരുന്നു. പക്ഷെ നല്ല ചൂടും ഉണ്ടായിരുന്നു. പക്ഷെ നല്ല ഉയരത്തിലോട്ട് പോകുന്നത് കൊണ്ടാവാം കോടയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ 2 കാറിലാണ് പോയത്. അപ്പോൾ അവർ വേറൊരു റൂട്ടിൽ കൂടെയാണ് പോയത്. എന്നിട്ട് അവർ പറഞ്ഞു ഭയങ്കര ഭംഗിയുള്ള സ്ഥലത്തൂടെ അവർ പോകുന്നത്. ഇങ്ങനെ സീ സൈഡിൽ കൂടെ ഉള്ള ഒരു റൂട്ടായിരുന്നു അവർക്ക് കിട്ടിയത്. ഞങ്ങൾക്ക് ഈ മലമുകളിൽ കൂടെ ഉള്ള റൂട്ടാണ് കിട്ടിയത്. പക്ഷേ എനിവേസ് ഭംഗിയുണ്ടായിരുന്നു ഗൈസ്. ഇതാണ് ഗൈസ് താജ്ഡ് ബിൽഡിംഗ്. താജ്ഡ് ബിൽഡിംഗ് പണ്ടത്തെ റൂഫായത്, മറ്റേ കച്ചയൊക്കെ വെച്ച്. അതാ താജ്ഡ് ബിൽഡിംഗ്. കണ്ടോ നിങ്ങൾ കോട കണ്ടോ? ദിരസാലേ നമ്മളെ കൊടൈക്കനാലൊക്കെ പോയ ഒരു വൈബ്. നമ്മുടെ ഇവിടെ വന്ന സാന്റാഫി മാത്രം കാണുന്നില്ല ഗൈസ്. അപ്പോൾ ഇത് നമ്മൾ ഇപ്പോൾ കാറൊക്കെ പാർക്ക് ചെയ്തു. അവർ ഡെസിഗ്നേറ്റഡ് കാർ പാർക്കിംഗ് പ്ലേസ് തരും. അവിടെ പാർക്കിംഗ് ഫീസൊക്കെ കൊടുത്താണ് പാർക്ക് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ നീഡിൽസിലോട്ട് പോകുന്ന വഴിയായത് ഇങ്ങനെ കുറേ സ്റ്റോളൊക്കെ ഇട്ട് നല്ല പാട്ടൊക്കെ കേൾക്കാം. പിന്നെ ഒരു പ്ലേ ഏരിയ ഉണ്ട്, റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ഒത്തിരി ആൾക്കാരുണ്ട്. ഭയങ്കര ടൂറിസ്റ്റി വൈബാണ്. അങ്ങനെ വൈബടിച്ച് പോകാം. ഈ പക്ക ഇങ്ങനെ നമ്മൾ നാട്ടിൽ ഇങ്ങനെ ഓണം ആ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്കിനെ ഈ ബീച്ചിൽ ഇതുപോലെ ഫെസ്റ്റ് പോലെയൊക്കെ വരത്തില്ലേ, ഓരോ റൈഡും മറ്റേ മരണക്കിണറും അങ്ങനത്തെയൊക്കെ സെറ്റപ്പൊക്കെ ഉള്ള. ഇത് മരണക്കിണറൊന്നും ഇല്ല, പക്ഷേ എന്നാലും അങ്ങനത്തെ ഒരു വൈബായിരുന്നു അവിടെ. കുറേ ആൾക്കാരും പിന്നെ ഗെയിംസും അങ്ങനെയൊക്കെ കുറേ ആക്ടിവിറ്റീസും കുറേ കടകളും തുണികളും ഫുഡും അങ്ങനെയൊക്കെ. അപ്പോൾ അതായിരുന്നു നീഡിൽസിൻ്റെ ഇനീഷ്യൽ നമ്മുടെ ഒരു സംഗതി. ഈ ചെയർ ലിഫ്റ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ മെയിൻ ആക്ടിവിറ്റിയാണ്. നമ്മുടെ കേബിൾ കാറ് പോലെ, പക്ഷേ കസേരയിൽ ഇരുന്നാണ് നമ്മൾ. കസേര എന്ന് വെച്ചാൽ ഇങ്ങനെ സ്റ്റീലോ അങ്ങനെ എന്തോ കൊണ്ടുണ്ടാക്കിയ കസേരയിൽ ഇരുന്നാണ് നമ്മൾ പോകുന്നത്. കേബിൾ കാറ് അടഞ്ഞായിരിക്കുന്നത്, ഇത് തുറന്നായിരിക്കുന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നിങ്ങളെ അത് കാണിക്കാൻ എനിക്കതിൽ പോകാൻ പറ്റിയില്ല ഗൈസ്, പല സാഹചര്യങ്ങളാൽ. അതുകൊണ്ട് നിങ്ങളൊക്കെ നീഡിൽസിൽ പോകുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം എങ്ങനെ ഉണ്ടായിരുന്നു ചെയർ ലിഫ്റ്റ് എന്ന്. ഞങ്ങളുടെ ഫ്രണ്ട്സ് പോയി, അവർ പറഞ്ഞു സൂപ്പറായിരുന്നെന്ന്. അന്നേരം എനിക്ക് കയറാൻ പറ്റിയില്ല. ഞാൻ എത്തിയപ്പോഴത്തേക്കിനും അതിൻ്റെ സമയം കഴിഞ്ഞു പോയി ഗൈസ്. അതെനിക്ക് ഭയങ്കര വലിയൊരു റിഗ്രറ്റാണ്. ഇനി അടുത്ത തവണ നീഡിൽസിൽ പോകണേ ഉറപ്പായിട്ട് അതിൽ കയറണം. ബിക്കോസ് അത് നല്ലതാണെന്ന് ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ പോയിട്ട് അത് എങ്ങനെ ഉണ്ടെന്ന് പറയണം കേട്ടോ. ഈ സ്ഥലമൊക്കെ നമ്മുടെ കുഞ്ഞിപ്പിള്ളേർക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. ഇങ്ങനെ ഡൈനോസറിനെ ഉണ്ടാക്കി വെച്ചേക്കുന്നതും ഒക്കെ അവർക്ക് എന്തായാലും ഇൻട്രസ്റ്റ് ഉള്ള പരിപാടിയാണിത്. അപ്പോൾ കൊച്ചുങ്ങൾക്കും വലിയവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ആ ദൂരെ കണ്ടോ ആ ഒരു കേബിളിൽ ഒരു സംഗതി പോകുന്നത്, അതാണ് ചെയർ ലിഫ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ എനിക്ക് പോകാൻ പറ്റിയില്ല. എനിക്ക് ഇപ്പോഴും അത് വലിയൊരു വിഷമമാണ്. കാരണം ഞാനതിന് പോകണം എന്നും ആഗ്രഹിച്ച് പോയതാ. എന്നിട്ട് ഞങ്ങൾ നീഡിൽസ് കണ്ടിട്ട് ഇറങ്ങിയപ്പോൾ അതിൻ്റെ സമയം കഴിഞ്ഞു പോയായിരുന്നു. അപ്പോൾ അത് സമയം കഴിഞ്ഞല്ലോ എന്നോർത്തിട്ട് എൻ്റെ ഫോൺ അപ്പോഴത്തേക്കിനും ചത്തുപോയി ഗൈസ്. അപ്പോൾ ഞാൻ കാറിൽ പോയി ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടി പോയി. അപ്പോഴത്തേക്കിനും ഞങ്ങളുടെ ഫ്രണ്ട്സിന് പോകാൻ പറ്റി. ബിക്കോസ് അവർ അവസാനത്തെ ട്രിപ്പ് എടുക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അവർ എഴുതിയ സമയത്തിനെക്കാട്ടി കുറച്ചുകൂടെ സമയം അവർ ഓടിച്ചു. പക്ഷെ ഞാനത് അറിഞ്ഞില്ല. അവർക്ക് എന്നെ വിളിക്കാനും പറ്റിയില്ല, കാരണം അവിടെ റേഞ്ച് എന്ന് പറയുന്ന സംഗതി ഇല്ലായിരുന്നു കേസ്. അതുകൊണ്ട് പക്ഷെ സാരമില്ല, ഇത്രയും മനോഹരമായ നേച്ചർ കണ്ട് ആസ്വദിച്ച് വന്നിട്ട് ഇറ്റ്സ് ഓക്കെ. നമുക്ക് ഇനിയും പോവാം, ഇനിയും ചെയർ ലിഫ്റ്റിലൊക്കെ കയറാം. പക്ഷെ നിങ്ങളിത് നോക്ക്, എന്ത് ഭംഗിയായല്ലേ ആ നീഡിൽസ്. അങ്ങ് അറ്റത്ത് കാണുന്നില്ലേ, അതാണ് നീഡിൽസ് എന്ന് പറയുന്ന സംഗതി. അതാണ് ഇവിടുത്തെ ഫേമസ് സംഭവം. പക്ഷേ എനിക്ക് ഈ ക്യാമറയിൽ എത്രത്തോളം അതിൻ്റെ ഭംഗി ക്യാപ്ചർ ചെയ്യാൻ പറ്റി എന്ന് എനിക്കറിയില്ല. ഇത് നേരിട്ട് കണ്ടാൽ ഉണ്ടല്ലോ എന്നാ രസമാണെന്നറിയാമോ. അത് നിങ്ങൾ നേരിട്ട് പോയി തന്നെ കാണണം. കാരണം അത് ഭയങ്കര രസമാണ്. ആ നീല വെള്ളം, നല്ല കാലാവസ്ഥ, എന്നിട്ട് നീഡിൽസിൻ്റെ ആ ലൈം സ്റ്റോൺ ആണ്. ഇത് ലൈം സ്റ്റോൺ ക്ലിഫ് പോലെ ഒരു സംഗതിയാണ്. നമുക്ക് ബീച്ചിലൊക്കെ ഇറങ്ങാം. ഇറ്റ്സ് റിയലി ഗുഡ് ഗൈസ്, റിയലി ഗുഡ്. വെരി വെരി മച്ച് റെക്കമെൻഡഡ് ഗൈസ്. നമ്മളിപ്പോൾ നീഡിൽസ് ബീച്ച് കണ്ടോ? നിങ്ങൾ നമ്മൾ കണ്ടില്ലേ, അതാണ് നീഡിൽസ് ബീച്ച്. നമ്മൾ ചുരുക്കി പറഞ്ഞാൽ അത് ഹൈക്ക് ചെയ്ത് അങ്ങ് വെളിയിൽ കാണാൻ പോവാണ്. എത്ര നേരം എടുക്കും ഹൈക്ക് എന്ന് എനിക്കറിയില്ല.
എന്തോ ആയാലും ഹൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചു വന്നിട്ട് ഈ പാർക്കിൽ കൂടെ ഒക്കെ നടക്കണം. എന്നിട്ട് ചെയർ ലിഫ്റ്റിലേക്ക് പോകണം. എന്നിട്ട് ആലം ബീച്ച് അങ്ങനെ എന്തോ, അത് ഈ നീഡിൽസിൻ്റെ ബീച്ചാണ്. അപ്പോൾ അവിടെയും പോകണം. എല്ലാം കൂടെ എപ്പോൾ കഴിയുമെന്നറിയില്ല, പക്ഷേ എടുക്കുമായിരിക്കും. പക്ഷെ നല്ല രസമില്ലേ ഗായ്സ്, നല്ല ഭംഗിയില്ലേ കാണാൻ. പക്ഷേ പെട്ടെന്ന് പോകണം, താങ്ങി നോക്കി നിൽക്കാൻ പറ്റില്ല. കാര്യം മാക്സിമം ഇത് പെട്ടെന്ന് തീർത്താലേ നമുക്ക് അടുത്ത സ്ഥലങ്ങൾ കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ. സത്യമാണ്. പക്ഷേ ഇറ്റ്സ് റിയലി പ്രിറ്റി. നല്ല ഭംഗിയുണ്ട്, നല്ല കാലാവസ്ഥ, നല്ല വെയില്, കാറ്റുണ്ട്, തണുപ്പുണ്ട്, വെയിലുമുണ്ട്. അങ്ങനെ ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഹൈക്ക് വേണ്ടാന്ന് വെച്ച് ബസ്സിൽ പോകാൻ ഡിസൈഡ് ചെയ്തു, ബിക്കോസ് കുഞ്ഞുങ്ങളെയും കൊണ്ട് പോകുന്നത് കൊണ്ട്. പക്ഷേ വോയിസ് ക്ലിയർ ആയിട്ട് കിട്ടിയില്ല ഗൈസ്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ വോയിസ് ഓവർ ചെയ്തത്. 25 മിനിറ്റ്സിൽ നമ്മൾ നീഡിൽസിൻ്റെ എൻട്രൻസിൽ ബസ് കിട്ടും. അന്നേരം അതിൽ നമ്മൾ ടിക്കറ്റ് എടുത്ത് കയറി കഴിഞ്ഞാൽ അതിൻ്റെ ടോപ്പിൽ കൊണ്ട് നിർത്തുന്നത്. അപ്പോൾ നമുക്ക് ബേസിക്കലി ഹൈക്ക് ചെയ്യേണ്ട, നമുക്ക് അവിടെ ചെന്ന് വ്യൂ കാണുകയും ചെയ്യാം. അപ്പം ഫാമിലി ഫ്രണ്ട്ലി ഓപ്ഷൻ. ഹൈക്കേഴ്സിന് ഹൈക്ക് ചെയ്യാനും പറ്റും. ഓക്കെ, വേണ്ട ഇതാണ് നമ്മുടെ ബസ്. നമ്മൾ ലണ്ടനിലൊക്കെ കാണുന്ന പോലത്തെ ഡബിൾ ഡെക്കർ ബസ്. ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എവിടെ നിന്നാണ് എടുക്കുന്നതെന്ന് നോക്കട്ടെ. ടിക്കറ്റ് ബസ്സിൻ്റെ അകത്തു നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന കേസ്. അപ്പോൾ നമ്മൾ ഈ ഡബിൾ ഡെക്കർ ബസ്സിലാണ് നീഡിൽസിലോട്ട് പോകുന്നത്. മുകളിൽ കയറി ഇരുന്നാൽ എല്ലാം നല്ല സൂപ്പറായിട്ട് നമുക്ക് വ്യൂ കിട്ടും. അപ്പോൾ വലിയ ബസ് റേറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ കറക്റ്റ് ബസ് റേറ്റ് ഓർമ്മയില്ല, പക്ഷേ 10 pounds താഴെയായിരുന്നു. എനിക്ക് തോന്നുന്നു 6 pound അങ്ങനെ എന്തോ ആയിരുന്നു, സംതിങ് ലൈക്ക് ദാറ്റ്, 2 പേർ കൂടി. അപ്പോൾ അധികം പൈസ ആയിട്ടില്ല കേട്ടോ സത്യം പറഞ്ഞാൽ. പിന്നെ കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല, ഞാൻ പറഞ്ഞത് തെറ്റായിരിക്കാം. എന്താന്നേലും നമ്മൾ ഈ ബസ്സിൽ കയറി പോവുകയാണ്. അപ്പോൾ ഈ നമുക്ക് ടൂറുണ്ട്, ഗൈഡഡ് ടൂർ പോലെ പോകുന്ന റെക്കോർഡിങ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെക്കാട്ടിലും ഞാൻ ഗൂഗിളിൽ കുറച്ച് സെർച്ച് ചെയ്തു. ഇപ്പോൾ നീഡിൽസ് എന്ന് പറയുന്നത് ഐൽ ഓഫ് വൈറ്റിൻ്റെ വെസ്റ്റേൺ എൻഡിലാണ്, അതായത് ഇംഗ്ലണ്ടിൻ്റെ വെസ്റ്റേൺ എൻഡിലാണ് ഈ നീഡിൽസ് ഉള്ളത്. എന്നിട്ട് നീഡിൽസിൻ്റെ ആ മറ്റേ 3 കൂർത്തിരിക്കുന്ന ആ കല്ല് പോലത്തെ ഇതില്ലേ, അത് ചോക്ക് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ലൈം സ്റ്റോൺ ചോക്ക് ആ സംഭവം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സത്യത്തിൽ അത്രയും ആയിരുന്നില്ല. ഒരു ചോക്ക് കൊണ്ടുള്ള റോക്ക് ഉണ്ടായിരുന്നു. അത് കറക്റ്റ് സൂചി പോലെയായിരുന്നേ, നീഡിൽ പോലെയായിരുന്നേ. അപ്പോൾ അത് 1764 ഒരു സ്റ്റോമിൽ അത് നശിച്ചുപോയി. അത് നശിച്ചു പോയെങ്കിലും അന്ന് ആ കല്ലിനെ നീഡിൽ എന്നാണ് പറഞ്ഞിരുന്നത്. അത് ആ പേര് നിലനിന്നു. പക്ഷേ ആ ആക്ച്വൽ നീഡിൽ ഷേപ്പിലുള്ള റോക്ക് നശിച്ചുപോയി. അതാണ് നീഡിൽസിൻ്റെ കഥ. ഇനി നമുക്കിതിൻ്റെ മേളിലോട്ട് പോകുമ്പോൾ ഇത് ഭയങ്കര ഇങ്ങനെ ഒരു കോട്ട പോലെയൊക്കെ ഉണ്ട്. ഗൺ പൗഡർ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സ്ഥലമാണ്. അത് ബാറ്ററി എന്ന് പറയും. നമ്മൾ അവിടെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൺ പൗഡർ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു ഏരിയ, അതിന് അവർ പറയുന്ന പേരാണ് ബാറ്ററി. അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു. അന്നേരം നമ്മൾ ഒരു പ്രൊട്ടക്ഷൻ പോലെ, അല്ലെങ്കിൽ എനിമീസിനെ കാണാൻ, ഇത് നല്ല ഉയരത്തിലല്ലേ, അപ്പോൾ പണ്ടത്തെ ഒരു പ്രൊട്ടക്റ്റീവ് കോട്ട കൂടിയാണ് നമ്മൾ കാണാൻ പോകുന്ന സ്ഥലം. പിന്നെ ലൈറ്റ് ഹൗസ്, അവിടെ എൻ്റെ ലൈറ്റ് ഹൗസും ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ നീഡിൽസ്. ദൂരെ കാണുന്നുണ്ടോ, അതാണ് നീഡിൽസ്. ഇതാണ് ഓൾഡ് ബാറ്ററി. ഓൾഡ് ബാറ്ററി ഏതാ? നാഷണൽ കോസ്റ്റ് വാച്ച്. ഇവിടെ നിന്നാണ്, ഇവിടെ ഉള്ള ലുക്കൗട്ട് പോയിന്റിൽ നിന്നാണ് ഇവരെന്തെങ്കിലുമൊക്കെ ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കുന്നത്. കോസ്റ്റ് വാച്ച്, കോസ്റ്റൽ ഗാർഡ്സ് പോയിട്ട് നിന്ന് അവിടെ ഓരോ ഇഷ്യൂസൊക്കെ സ്പോട്ട് ചെയ്ത് ചെയ്യുന്നത്. പക്ഷെ ഓ മൈ ഗോഡ്, ആ കടൽ കണ്ടോ ഗൈസ്, ആ കളറ്, ക്ലിയർ വാട്ടർ, അതിൻ്റെ അകത്ത് ബോട്ടൊക്കെ പോകുന്നു. നമ്മൾ ഈ സ്റ്റെപ്പ് ഇറങ്ങി വേണം നമുക്ക് പോയി.
നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ പുറകെ വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് ഇന്ന് ഇത്രയേ ഉള്ളൂ. നമുക്ക് ബാക്കി വിശേഷങ്ങൾ നീഡിൽസിൻ്റെ അടുത്ത് പോകുന്നത് ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ ഇനി കൂടുതൽ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ ട്രാവൽ ഐൽ ഓഫ് വൈറ്റ് പോകണമെന്നുള്ളവർക്ക് പറ്റിയ വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഇനിയും അടുത്ത ദിവസം കാണാം. ബൈ ബൈ.